ഈ ഒരു ജ്യൂസ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. മാത്രമല്ല ഇതിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെയും സ്കിന്നിൻ്റെയും അതുപോലെ മുടിയുടെയും ഒക്കെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ നെല്ലിക്ക ജ്യൂസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്ന ഒരു നെല്ലിക്ക ജ്യൂസാണ്. മാത്രമല്ല ദഹനത്തിനും നല്ലതാണ്. എങ്ങനെയാണ് ഈ സ്പെഷ്യൽ നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിലെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്ക തന്നെയാണ്. ഞാനിവിടെ ഒരു 2 വലിയ നെല്ലിക്ക അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ്. വളരെ ചെറിയ കഷ്ണം എടുത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 കുരുമുളക് ആണ്. അടുത്തതായിട്ട് വേണ്ടത് ജീരകമാണ്. ജീരകം ഈ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ കുറച്ച് വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കി തുടങ്ങാം. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക മുഴുവൻ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നെല്ലിക്ക നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാൻ സഹായിക്കും. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ, അതായത് ചെറിയ 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ദഹന പ്രശ്നങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ജീരകം സഹായിക്കും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളകാണ്. ഒരു 5-6 കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി മോർണിംഗ് സിക്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഓക്കാനം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് എല്ലാം കൂടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് നെല്ലിക്കയും മറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ അരച്ച് നീരാക്കി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇത് നിറയെ വെള്ളമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു ജ്യൂസ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. മാത്രമല്ല ഇതിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ 1 ഗ്ലാസ് വീതോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ 1 ലിറ്റർ വെള്ളമൊക്കെ ചേർത്തിട്ടോ നമുക്ക് ഒരു ദിവസം മുഴുവൻ കുടിക്കാവുന്നതാണ്. കൃത്യമായ അളവിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റാണ്. അപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ് തയ്യാറാക്കി നിങ്ങൾ ദിവസവും കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഈ ഒരു നെല്ലിക്ക ജ്യൂസ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങളും കുടിച്ചു നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.